കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി മാറ്റാൻ ഒരു പുതു നവയുഗയാത്ര ആരംഭിക്കുന്നു. വി.ഡി. സതീശൻ നയിക്കുന്ന ഈ പോരാട്ടത്തെക്കുറിച്ച് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നൽകുന്ന ആവേശകരമായ മറുപടികളുണ്ട്. ഇത് വെറുമൊരു യാത്രയല്ല, പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ പടയൊരുക്കമാണ്. ഈ സർക്കാരിന്റെ ഭരണ പരാജയങ്ങളും അഴിമതികളും തുറന്നുകാട്ടുകയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യമെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നുണ്ട്. സഭയിൽ ആളിപ്പടർന്ന ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് യു.ഡി.എഫിന്റെ തീരുമാനം. ഇതിനിടയിലാണ് തിരുവനന്തപുരത്തെ രക്തസാക്ഷി കുടുംബാംഗങ്ങൾ CPM വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു എന്ന വാർത്തയെ അദ്ദേഹം സന്തോഷത്തോടെ സ്വാഗതം ചെയ്തത്. പാർട്ടിക്കുള്ളിലെ സത്യസന്ധരായ ആളുകൾക്ക് പോലും ഇപ്പോൾ CPM-ൽ വിശ്വാസമില്ല എന്നതിന് തെളിവാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനെ പോലുള്ള സത്യാന്വേഷികളെ തള്ളിപ്പറയുന്ന CPM നേതൃത്വം വലിയ വില നൽകേണ്ടി വരുമെന്നും സണ്ണി ജോസഫ് ഓർമ്മിപ്പിച്ചു. UDF ഒറ്റക്കെട്ടായി മുന്നേറുകയാണ്. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുന്ന ഈ യാത്ര കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു വസന്തത്തിന് തുടക്കമിടും. എന്തായാലും സണ്ണി ജോസഫിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. UDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ നേതൃത്വം നൽകുന്ന നവയുഗ യാത്ര നാളെ കാസർഗോഡ് നിന്ന് ആരംഭിക്കാം. കുമ്പളയിൽ നിന്ന് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആണ് പൊതുക യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. UDF-ന്റെ മുഴുവൻ നേതാക്കന്മാരും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള തങ്ങൾ ഉൾപ്പെടെയുള്ള UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും അണിനിരക്കുന്ന പൊതുക യാത്രയ്ക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം കാസർഗോഡ് ജില്ലാ UDF നേതൃത്വം നന്നായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോകുന്നു. അതെ, ഇന്നത്തെ സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ, ജനവിരുദ്ധ നയങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ട് പ്രകടമായ ജനവികാരം, അതിനെല്ലാം ബദലായിട്ടുള്ള പുതുയുഗം, അതിനെല്ലാം ബദലായിട്ടുള്ള പരിപാടികൾ കൂടി ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ജനങ്ങളെ അറിയിച്ചുകൊണ്ടും ജനങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടുമുള്ള ഒരു പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള യാത്ര തന്നെയാണ്. ശബരിമല വളരെ സജീവ ചർച്ചാ വിഷയം തന്നെയാണ്. നിയമസഭയിൽ അത് ആളിക്കത്തിയിട്ടുണ്ടല്ലോ. സീറ്റ് വിഭജന ചർച്ചയ്ക്കൊക്കെ അതിൻ്റേതായ രീതിയുണ്ട്. അത് പുരോഗമിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുക. അതെ, ഞങ്ങൾ ഒറ്റ യാത്ര എല്ലാവരും ഒന്നിച്ച അവരതെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ട ടീമാണ്, വിഭജിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും തീരുമാനിച്ചില്ല. കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കേണ്ടത്, അത് തീരുമാനിച്ചിട്ടില്ല. പാർട്ടി ഹൈക്കമാൻഡ് ആലോചിച്ച് തീരുമാനിക്കും. അതൊക്കെ എല്ലാ കാര്യങ്ങളും ആലോചിക്കുന്നു. അല്ല, സീറ്റ് ചർച്ച പൂർത്തീകരിച്ചിട്ടില്ല. വളരെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ പുരോഗമിക്കുന്നു. ഇല്ലില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അതെ, തിരുവനന്തപുരത്തെ രക്തസാക്ഷി കുടുംബ അംഗങ്ങൾ കോൺഗ്രസിൽ ചേരുന്നു എന്നറിയുന്നതിലുള്ള വലിയ സന്തോഷം അവരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജനങ്ങൾ മുന്നണിയിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട്. വികസിച്ചു കഴിഞ്ഞു, ഇനിയും വികസിച്ചുകൊണ്ടേയിരിക്കും. കുഞ്ഞികൃഷ്ണൻ രാഷ്ട്രീയ നിലപാട്, ഉചിതമായ നിലപാടെടുക്കാൻ പ്രാപ്തനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയും സത്യസന്ധതയും ജനങ്ങൾക്ക് വിശ്വാസമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ആലോചിച്ച് തീരുമാനിക്കേണ്ടത്.